പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക നിമിഷം, ഒരു ത്രിശങ്കുവാണ്. കാരണം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് 18 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും സഭയിൽ നിന്ന് വിട്ടിറങ്ങിപ്പോയാൽ അതിന് BJP കൊടുക്കുന്ന നിറം എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലിൽ വോട്ട് ചെയ്യാതെ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എന്നേക്കുമായി വനിതകൾക്കെതിരാണ് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികൾ എന്ന് വരുത്താം. അതല്ല, അതിനപ്പുറത്തേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ എതിർത്ത് ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അപ്പോഴും പറയാം വനിതകൾക്കെതിരാണ് പ്രതിപക്ഷം എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും അതിപ്പോൾ വനിതാ സംവരണ ബില്ലിനെതിരെ എന്നുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ നാളത്തെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. സ്വാഭാവികം പ്രതിപക്ഷം അത് തിരിച്ചറിയുന്നുണ്ടാകും. എൻ്റെ ചോദ്യം, ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, വനിതാ സംവരണ ബില്ല് അവിടെ വെച്ചുകൊണ്ടതിന് ഈ 543-ൽ എന്തുകൊണ്ട് 33% നടപ്പാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഭരണപക്ഷത്തിന്റെ നിലപാട് എന്താണ് സുമോദ്? ഇതിൽ നേരത്തെ അമേരിക്ക പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ തീവ്രവാദത്തിനൊപ്പം. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ BJP വഹിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ബില്ലിൽ വോട്ട് ചെയ്താൽ, അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ നിങ്ങൾ രാജ്യത്തെ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുകയാണ്. എതിർത്ത് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ പുറത്തിറങ്ങി പോവുക ചെയ്താൽ നിങ്ങൾ സ്വാഭാവികമായി സ്ത്രീകൾക്ക് എതിരാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ മഹേഷ് കോലൂർ പറഞ്ഞതിൽ ഒരു വലിയൊരു അപകടം കൂടിയുണ്ട്. അതായത് ഈ പ്രതിപക്ഷം ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിലാണ് വലിയ അപകടം ഈ ബില്ലിൽ പ്രതിപക്ഷം തന്നെ പ്രതിപക്ഷം നേരിടേണ്ടി വരിക. കാര്യം എപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വോട്ടെടുപ്പ് നടക്കുമ്പോൾ, സഭയിലെ വോട്ടെടുപ്പിൽ നോക്കുന്നത് ആ സഭയിൽ ഹാജരായ അംഗങ്ങളുടെ ഒരു 3/2 ഭൂരിപക്ഷമാണ്. അതായത് പ്രതിപക്ഷം പൂർണ്ണമായി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നീടുണ്ടാകുന്ന ഭരണപക്ഷത്തിന് 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് പാസ്സാക്കുകയും ചെയ്യും. പക്ഷേ പ്രതിപക്ഷം അവിടെ നിന്ന് എതിർത്തുകൊണ്ട് അവർ കൃത്യമായി ഞങ്ങൾ ഏതൊക്കെ പോയിന്റിലാണ് എതിർക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ഒരു വിശ്വാസം വരും. അതായത് 545 എന്ന ഒരു സംഖ്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ 33% സംവരണം ഏർപ്പെടുത്തണം. അതിന് ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ 850 വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ സ്ത്രീ സംവരണം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വളഞ്ഞ വഴിയിലൂടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്താൻ പോകുന്നത് എന്ന് വളരെ ഗംഭീരമായി സംസാരിക്കാനും അത് സ്ഥാപിക്കാനും കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ പ്രതിപക്ഷത്തിനുണ്ടാകും. പക്ഷേ പലപ്പോഴും ഇവരുടെ പ്രസംഗങ്ങളെല്ലാം വലിയ ബഹളത്തോടുകൂടി തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് BJP ബെഞ്ചുകളിൽ നിന്നും നാം കാണുന്നത്. നിങ്ങൾ ഈ സ്ത്രീ അനുകൂലമാണോ, ഈ സ്ത്രീ സംവരണത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന ഒറ്റ ചോദ്യത്തിൽ കുരുക്കിയിടുകയാണ് ചെയ്തത്. അതിന് എങ്ങനെ മറികടക്കും എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടത്. ഇതുവരെ നടന്ന പ്രസംഗങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു BJPയുടെ സൃഷ്ടിച്ചിരിക്കുന്ന നരേറ്റീവ് മറികടക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ വരും മണിക്കൂറുകളിൽ മികച്ച സ്പീക്കർമാരുണ്ടാകുകയും അവർ നല്ല രീതിയിൽ തന്നെ BJPയുടെ അജണ്ട കൃത്യമായി പൊളിച്ചു കാണിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള BJPയുടെ കള്ളത്തരങ്ങൾ വ്യക്തമാക്കുകയും അവരുടെ നിലപാട് എന്താണെന്ന് രാജ്യത്തിന് മുമ്പിൽ സ്ഥാപിക്കാനും കഴിയും.